വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ് ഗൈസ്. ഇന്ന് നമ്മൾ ലാസ്റ്റ് റംസാൻ മാസത്തിലെ നോമ്പാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തോടെ നമ്മളെ നോമ്പൊക്കെ യാത്ര പോവാണ്, ടാറ്റ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഗൈസ് അതൊരു വ്ലോഗ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും യാ ഷഹ്റ റമളാൻ. റമളാൻ മാസം നമ്മളെ വിട്ട് റമളാൻ മാസം നമ്മളെ വിട്ട് വിട പറയുകയാണ്. അടുത്ത വർഷം ജീവിക്കുമോ മരിക്കുമെന്നും അറിയില്ല. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. അതെ ഗൈസ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും യാ ഷഹ്റ റമളാൻ. ഇതാണ് നമ്മുടെ നാട്, നാട്ടിലെ വ്യൂ. നമ്മളിങ്ങനെ സഫാരികളെ പോലെ പറയാം, നമ്മളിങ്ങനെ പോവാണ്. നമുക്ക് കട്ട്ലറ്റ് 3-4 സ്ഥലത്ത് പോയിട്ട് കിട്ടിയിട്ടില്ല. അതെ 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 അതെ, നമ്മൾ കട്ട്ലറ്റിന് വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ, നമ്മൾ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന് കിട്ടും? ഇന്ന് ലാസ്റ്റ് ആകുമ്പത്തെ നോമ്പായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് പോലും കട്ട്ലേറ്റ് കാണുന്നില്ല. ഉള്ള സ്ഥലങ്ങളിൽ കട്ട്ലേറ്റ് ആണെങ്കിൽ തീർന്നു പോയിരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനായ പർദീസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയെങ്കിലും നമുക്ക് പ്രതീക്ഷ വിടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നോക്കി നോക്കാം. അപ്പോ കാണുമ്പോഴാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ചുമന്ന സൂര്യനെ കാണുന്നത് ഗൈസ്. ആ കാണുന്നതാണ് നമ്മുടെ നാട്ടിലത്തെ ജെട്ടി, ഈസ്റ്റേൺ ജെട്ടി. ഷിപ്പൊക്കെ വന്ന് നമ്മള് ബോട്ടിൽ ഇറങ്ങുന്ന സ്ഥലമാണ് ഗൈസ്. അതന്നല്ലേ ഞാൻ ഇത്ര പറഞ്ഞോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ, നമ്മള് ബോട്ടിൽ കയറി ഷിപ്പിന്ന് നേരെ ഇറങ്ങാനല്ലല്ലോ, ബോട്ടിൽ ഇറങ്ങിയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. പൊറോട്ട വെച്ച് നമ്മൾ ഫസ്റ്റ് ട്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് ട്രൈ ആണോ നമ്മൾ നോക്കിയിട്ട് പറയാം. ഓക്കെ, നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നൈസ്, സാധനം കൊള്ളാം, സൂപ്പർ ഗൈസ്. നമ്മളെങ്ങോട്ടാ പോന്നേ? പടക്കം പൊട്ടിക്കാൻ. പെരുന്നാൾ രാത്രിയല്ലേ ഗൈസ്, അപ്പൊ നമുക്ക് പടക്കമൊക്കെ പൊട്ടിച്ചൊന്ന് വൈബാവാം, ചില്ലാവാം. അതെ, പെരുന്നാളിന്റെ മൂടൊന്ന് കിട്ടേ ഗൈസ്. അതെ അതെ. അപ്പൊ നമ്മള് പെരുന്നാൾക്ക് പടക്കം പൊട്ടിക്കാൻ പോകുന്നത് ആസ്രാന്റെ അടുത്താണ്. കാരണം നമ്മള് വലിയ കുട്ടികളാവില്ല, ആസ്രാണുള്ള കുഞ്ഞു കുട്ടി. അപ്പൊ അവർക്ക് പടക്കം നിൽക്കുന്നുണ്ട് അവര്. അപ്പൊ നമുക്ക് പോയിട്ട് പടക്കം പൊട്ടിക്കുന്ന വീഡിയോസ് കാണാം. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ, നമ്മുടെ മൂത്തുമാന്റെ കുട്ടി. അതെ അതെ, നമ്മളെ വീടിന്റെ അപ്പുറത്ത് തന്നെയാണ്. സോ നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ജീജി നിൽക്കുന്നുണ്ട്. അതാ ആദ്ര നമ്മളെ കണ്ടിരിക്കുന്നു.
യെസ്, പുള്ളിക്കാരി ഇവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിപ്പാൻ പറ്റാത്ത വെച്ച് വെച്ചോളൂ. അങ്ങനത്തെ വെച്ചാല് അയ്യേ അപ്പൊ നിങ്ങൾ ബെസ്റ്റ് നിമി കണ്ടാത്ത കവറാണ് നിങ്ങൾ കണ്ടാത്ത കവറാണ് ഒന്നുകൂടി ഇനി പയ്യരെ പന്നേരെ പേർക്കല്ല നിമി കളറില്ലേ? ഉപ്പാപ്പി വരാനിട്ട് അങ്ങനെ പടക്കം പൊട്ടിക്കലുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം നല്ല വിശപ്പ്. പോകുമ്പോൾ നമ്മൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഗൈസ്. എവിടെ എവിടെ ഗൈസ്, നമ്മള് വീട് ചെറുതായിട്ടൊന്ന് ഒരുക്കിയതാണ്. സത്യത്തിൽ ഇങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത്. ഇത് വാപ്പാന്റെ ഒരു വാശി പുറത്ത് ഇങ്ങനെയാണ്, വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വാപ്പാന്റെ സന്തോഷമില്ലെന്ന് വെച്ചിട്ട് നമ്മളതങ്ങനെ വിട്ട് കാര്യമില്ല. ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പത്തിരി. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ റംസാൻ വിട്ട് നമ്മളോട്
നമ്മളെ വിട്ട് റംസാൻ പിരിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ പത്തിരി ആയിരിക്കും. ഉറപ്പായിട്ടും അത് തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ്ലി ഉണ്ടാക്കുന്ന സാധനം എന്ന് വെച്ചാൽ പത്തിരിയാണ്. സോ നമ്മൾ എന്തായാലും പത്തിരിനെ നല്ല പോലെ മിസ് ചെയ്യും ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഇത് തട്ടിയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. തരാ. അപ്പൊ സാധാരണ നമ്മുടെ നാടുകളില് നോർമലി കണ്ടുവരുന്ന എന്താന്ന് വെച്ചാല് റംസാൻ രാത്രിയില് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇപ്പൊ എന്ന് വെച്ചാല് എന്താ പറയാ, അധികം പലഹാരം ഉണ്ടാക്കുന്നതിന് പല പല ടൈപ്പ് ഓഫ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. ഒരുപാട് തിന്നാൻ ആൾക്കാരുള്ളപ്പോ നല്ല രസമാണ് ഉണ്ടാക്കി വെക്കാനൊക്കെ. അപ്പം നമ്മളിവിടെ അത്ര വലിയ പലഹാര ലവേഴ്സ് ഒന്നും ഇവിടെ ആരും ഇല്ല. പിന്നെ തിന്നാണെങ്കിൽ ഉമ്മ നൈസായിട്ട് ഉണ്ടാക്കുന്ന കേക്കൊക്കെ തിന്നാൻ വലിയ രസമാണ്. സമയം നമ്മുടെ കേക്ക് ഇതാ പുഷ്പം പോലെ റെഡി ആയിരിക്കുകയാണ്. ലുക്ക് ഇല്ലെങ്കിലും പിന്നെ നോക്കാം. ലുക്ക് ഏർക്കുന്നുണ്ട്, എന്നാലും ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടില്ല എന്നാണ് ഉമ്മ പറയുന്നത്. എപ്പോഴും പൊങ്ങി വരുന്ന പോലെ വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ തിന്ന് നോക്കിട്ടില്ല, തിന്ന് നോക്കാം. നല്ല ഫ്ലഫി കേക്ക് രസമുണ്ട് കേട്ടോ.